അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 42-ാം സങ്കീർത്തനം 1-ാം വാക്യം നമുക്ക് വായിക്കാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. കോരഹ് പുത്രന്മാർ എഴുതിയ സങ്കീർത്തനമാകയാൽ അവരുടെ ജീവിതാഭിലാഷമാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. ദൈവമേ, നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചിരിക്കുന്നു. നിന്നിൽ വിശ്രമം കണ്ടെത്തുന്നത് വരെയും ഞങ്ങളുടെ ആത്മാവിന് സ്വസ്ഥതയുണ്ടാവുകയില്ല എന്നാണ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ പ്രസ്താവിച്ചിരിക്കുന്നത്. കോരഹ് പുത്രന്മാരും ഇത് തന്നെയാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. മാൻ എന്തിനു വേണ്ടിയാണ് നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നതെന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാം. ഒന്നാമതായി, മാൻ നീർത്തോട് ആഗ്രഹിക്കുന്നത് അതിൻ്റെ മനസ്സിനും ശരീരത്തിനും ആശ്വാസം ലഭിക്കേണ്ടതിന് വേണ്ടിയാണ്. വെയിൽ കൊണ്ട് ക്ഷീണിക്കുമ്പോൾ ശത്രുവിൽ നിന്നും രക്ഷപ്പെടുവാനായി ഓടി തളർന്ന അവസ്ഥയിൽ നിന്നും പുനർജീവൻ ലഭിക്കുവാൻ മാൻ നീർത്തോട് അന്വേഷിക്കും. രണ്ടാമതായി, നീർത്തോടുകൾക്കരികെ മാനിന് ആവശ്യമായ പച്ചസസ്യങ്ങൾ ധാരാളം വളർന്നു നിൽക്കുന്നുണ്ട്. മാനിന് ആവശ്യം പോലെ ഭക്ഷണം ലഭിക്കുന്ന സ്ഥലമാണ് നീർത്തോടിൻ്റെ പരിസരം എന്നതുകൊണ്ടാണ് മാൻ നീർത്തോട് ആഗ്രഹിക്കുന്നത്. മൂന്നാമതായി, മറ്റുള്ള സ്ഥലങ്ങളേക്കാൾ നീർത്തോടിനരികിൽ ചൂട് കുറവായിരിക്കും. ശക്തമായ ചൂടിൽ ജീവിക്കുവാൻ ആവശ്യമായ ശരീരഘടനയല്ല മാനിന് ദൈവം കൊടുത്തിരിക്കുന്നത്. ആകയാൽ നീർത്തോടിനരികിൽ മാനിന് ജീവിക്കുവാൻ പറ്റിയ തണുപ്പ് നീർത്തോട് നൽകുന്നതിനാൽ മാൻ നീർത്തോട് ആഗ്രഹിക്കുന്നു. നാലാമതായി, മാൻ നീർത്തോട് ആഗ്രഹിക്കുന്നതിന് കാരണം നീർത്തോടിനരികിൽ അതിന് സുരക്ഷിതത്വം ഉണ്ടെന്നുള്ളതാണ്. തന്നെയുമല്ല, അവിടെ അതിന് വിശ്രമിക്കുവാനും സാധിക്കും. അഞ്ചാമതായി, മാനിന് മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് നീർത്തോട് സഹായകമാണ്. വനത്തിലൂടെയുള്ള യാത്ര തൻ്റെ ജീവന് ഭീഷണിയാണെന്ന അറിവ് മാനിനുണ്ട്. മാനിൻ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുവാൻ ഉപയോഗിക്കുന്ന വഴി മിക്കവാറും നീർത്തോടിലൂടെ ആയിരിക്കും. വളരെ നേരം മാനിൻ്റെ മൂക്ക് മാത്രം വെള്ളത്തിന് മുകളിൽ പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുവാനും വളരെ ദൂരം വെള്ളത്തിൽ കൂടി നീന്തുവാനും മാനിന് കഴിയും. നീർത്തോട് എങ്ങോട്ടെല്ലാം ഒഴുകുന്നുവോ അങ്ങോട്ടെല്ലാം മാനിന് ഒരു പരിധി വരെ ശത്രുവിൻ്റെ കെണിയിൽപ്പെടാതെ യാത്ര ചെയ്യുവാനും ശത്രുവിൻ്റെ സാന്നിധ്യം വളരെ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയുവാനും നീർത്തോടിലൂടെയുള്ള യാത്ര അതിനെ സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ശത്രുവിൽ നിന്നും രക്ഷപ്പെടുവാനും ശരീരത്തിനും മനസ്സിനും ആശ്വാസം ലഭിക്കുവാനും ദാഹം മാറ്റുവാനും വിശപ്പകറ്റുവാനും വിശ്രമിക്കുവാനും ഒരു മാനിന് നീർത്തോട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മാൻ നീർത്തോട് വിട്ടകന്നു പോവുകയില്ല. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. സങ്കീർത്തനക്കാരൻ പറയുന്നത്, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്നാണ്. പഴയ നിയമ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി ദൈവം തങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്ന പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തിരുന്നപ്പോൾ അവർക്ക് പകൽ വെയിൽ കൊള്ളാതിരിക്കുവാനൊരു മേഘം ദൈവം നിർത്തിയിരുന്നു. രാത്രി അവർക്ക് വെളിച്ചം കാണിക്കുവാൻ അഗ്നിസ്തംഭം ഉണ്ടായിരുന്നു. മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും യഹോവ വസിച്ചുകൊണ്ട് ജനത്തെ നേരായ പാതയിൽ കൂടി മരുഭൂമിയിലെ ചൂടേൽക്കാതെ നടത്തി. അവർക്ക് ക്ഷീണം ഉണ്ടായിരുന്നില്ല. മന്നയും ദാഹജലവും കാടപ്പക്ഷികളും അവർക്ക് ലഭിച്ചു. ജലം തീക്കൽ പാറയിൽ നിന്നും മന്ന ആകാശത്തു നിന്നും കാടപ്പക്ഷികൾ കടലിൽ നിന്നുമാണ് ദൈവം അവർക്ക് കൊടുത്തത്. ഭൂമിയിലെ മറ്റാർക്കും കൊടുക്കുവാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നിന്നും ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷണവും വെള്ളവും സംരക്ഷണവും വെളിച്ചവും കൊടുത്തു എന്ന് സാരം. മരുഭൂമിയിൽ ഇവർ നേരിട്ട സകല ശത്രുക്കളെയും തകർത്ത് കളയുവാൻ യഹോവയായ ദൈവം തന്നെ ശത്രുക്കളോട് യുദ്ധം ചെയ്തുവെന്ന് യോശുവ 10-ാം അധ്യായം 42-ാം വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാൻ നീർത്തോടിനെ കാംക്ഷിക്കുന്നതിൻ്റെ കാരണങ്ങൾ നാം മുൻപ് കേട്ടു. ഒരു നീർത്തോട് മാനിനെ എങ്ങനെ സഹായിക്കുന്നുവോ അതിനേക്കാളുപരി
യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു ഇസ്രായേൽ മക്കളെ സഹായിച്ചു. യഹോവയെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ അതിൻ്റെ മധ്യഭാഗത്ത് ജീവജലത്തിൻ്റെ ഉറവ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ജീവജലം പരിശുദ്ധാത്മാവാണ്. ജീവൻ അഥവാ നിത്യജീവൻ തരുന്ന ജലമാണത് എന്ന് സാരം. ഈ യാഥാർത്ഥ്യം സങ്കീർത്തനക്കാരൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് താൻ 42-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഴുത്തുകാരൻ്റെ പൂർവ്വപിതാവായ കോരഹ് ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ തൻ്റെ പാപപ്രവൃത്തികളാൽ തള്ളിക്കളഞ്ഞുകൊണ്ട് വെള്ളം നിൽക്കാത്ത പൊട്ടക്കിണർ കുഴിക്കുന്നത് പോലെ യഹോവയുടെ അഭിഷിക്തനെതിരെ മത്സരിച്ച് ദൈവത്തിൻ്റെ വലിയ ശിക്ഷാവിധിയിൽ അകപ്പെട്ടു പോയ ചരിത്രം എഴുത്തുകാരൻ ന്യായപ്രമാണത്തിൽ നിന്നും മനസ്സിലാക്കി. ഭൂമി വായി പിളർന്ന് കോരഹിനെയും അവൻ്റെ കൂട്ടാളികളെയും വിഴുങ്ങി എന്ന സംഖ്യാപുസ്തകം 16-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല എന്ന് സംഖ്യാപുസ്തകം 26-ാം അധ്യായം 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ കാരണം തങ്ങളുടെ പിതാവിനുള്ള ശിക്ഷ മോശയിൽ കൂടി ദൈവം വിധിച്ചപ്പോൾ മോശ വിളിച്ചു പറഞ്ഞൊരു കാര്യം ഇപ്രകാരമായിരുന്നു: ഈ ദുഷ്ട മനുഷ്യരുടെ സകല പാപങ്ങളാൽ നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കിൽ നിന്ന് മാറിപ്പോകുവിൻ, അവർക്കുള്ള യാതൊന്നിനെയും തുടരുതെന്ന് പറഞ്ഞു. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 26-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാക്കുകൾ കേട്ട ഉടനെ കോരഹിൻ്റെ പുത്രന്മാർ കോരഹിൻ്റെ കൂടാരമിട്ട് ഓടി യഹോവയുടെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചു. പാപം ചെയ്തുകൊണ്ട് നിരപരാധികളെ സമാധാന സമയത്ത് ദാവീദിൻ്റെ സമ്മതമില്ലാതെ കൊന്നുകളഞ്ഞ യോവാബ് ശലോമോൻ രാജാവായപ്പോൾ ഓടിപ്പോയി യഹോവയുടെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചു. ശലോമോൻ പറഞ്ഞത് അവൻ അവിടെ വെച്ച് തന്നെ കൊന്നുകളക എന്നാണ്. 1 രാജാക്കന്മാർ 2-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ശലോമോൻ്റെ സഹോദരൻ ശലോമോനെ പേടിച്ച് യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചു. ശലോമോൻ അവനെ കൊല്ലാതെ രക്ഷിച്ചു, കാരണം മരണകരമായ കുറ്റം അവനിൽ ഇല്ലായിരുന്നു. 1 രാജാക്കന്മാർ 1-ാം അധ്യായം 50 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. കോരഹിൻ്റെ പുത്രന്മാർ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചു എന്ന് തെളിയിക്കുവാൻ ബൈബിളിൽ വാക്യങ്ങളൊന്നും ഇല്ല എങ്കിലും പാപം ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഒരു പ്രതിസന്ധി നേരിട്ടാൽ യഹോവയുടെ യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ അഥവാ യഹോവയുടെ ആലയം ഒരു സങ്കേത സ്ഥലം ആയി അവർക്ക് പ്രയോജനപ്പെടും എന്നതിന് സംശയമില്ല. കോരഹിൻ്റെ ന്യായവിധി നടക്കുമ്പോൾ തെറ്റുകാരല്ലാതിരുന്ന അവൻ്റെ മക്കൾ യഹോവയിൽ ആശ്രയിച്ച് രക്ഷ പ്രാപിച്ചു എന്ന കാര്യം 42-ാം സങ്കീർത്തനം എഴുതിയ കോരഹിൻ്റെ പിൻതലമുറക്കാരായ സങ്കീർത്തനക്കാരൻ ഗ്രഹിച്ചിരുന്നതിനാലും ആ ദൈവം തൻ്റെ ആത്മാവിന് സമാധാനവും സന്തോഷവും നൽകുന്നവനും തൻ്റെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണവും വെള്ളവും വിശ്രമവും സൗഖ്യവും നൽകുന്നവനും തനിക്ക് ആവശ്യമായ സംരക്ഷണം തരുന്നവനും സർവോപരി തൻ്റെ മരണശേഷം തന്നെ മഹത്വത്തിലേക്ക് അഥവാ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്നവനും ആണെന്ന യാഥാർത്ഥ്യം ഗ്രഹിച്ചിരുന്നതിനാലും താൻ പറയുകയാണ്: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, സങ്കീർത്തനക്കാരനെ പോലെ നമുക്ക് പറയുവാൻ കഴിയുമോ? ഈ ലോകത്തിലെ ജീവിതം സാത്താൻ്റെ കെണികൾ നിറഞ്ഞതാണെന്ന് നാം മനസ്സിലാക്കണം. സാത്താൻ ശ്രമിക്കുന്നത് അറുക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും ആണെങ്കിൽ യേശു ശ്രമിക്കുന്നത് നമുക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനുമാണ്. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപവും അതിന് ഫലമായി നമ്മിൽ വന്നു ചേർന്ന ശാപവും സ്വന്തം ശിരസിൽ വഹിച്ച് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മഹാപാപ പരിഹാരയാഗമായി തീർന്ന് അവസാന തുള്ളി രക്തവും കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് മരിച്ച് ഉയർത്ത സ്വർഗത്തിൽ പോയി തൻ്റെ ആത്മാവിനെ നമുക്ക് വേണ്ടി അയച്ചു തന്നത്. നാം നമ്മുടെ പാപങ്ങളെ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ, നാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം മുങ്ങി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ, നാം ബൈബിൾ ദിവസേന തുടക്കം മുതൽ അവസാനം വരെ തുടർച്ചയായി വായിച്ച് അതിലെ ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവാത്മാവിന് കീഴ്പ്പെട്ട് ജീവിച്ചാൽ, നിശ്ചയമായും ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ദൈവത്തിൽ സന്തോഷകരവും ആനന്ദകരവും ആയിത്തീരുകയും നാം മരിച്ചാൽ ദൈവം നമ്മെ ദൈവഭവനത്തിൽ സ്വീകരിച്ച് പുത്രത്വം ശാശ്വത അവകാശമായി നമുക്ക് തരികയും ചെയ്യും.
ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആകയാൽ ഈ ലോകം വെച്ച് നീട്ടുന്ന സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ, പാപത്തിൻ്റെ ദാസന്മാരും ദാസിമാരുമായി തീരാതെ, സാത്താൻ്റെ കിണിയിൽ വീഴാതെ, സങ്കീർത്തനക്കാരനെ പോലെ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ നമുക്കും ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ, നിത്യജീവൻ അവകാശികളായി തീരുവാൻ കാക്ഷിക്കാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാന നദി പോലെ ഒഴുക്കി കൊടുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ വന്ന് അഭയം പ്രാപിക്കുവാൻ അടിയനെയും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിപ്പാനും അതിന് പ്രകാരം ജീവിപ്പാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.